യൂസ് ചെയ്യുന്നത്. അന്ന് ഒരു ദിവസം ഉപയോഗിക്കും. അറഫയിലേക്ക് വരാൻ വേണ്ടി ഹാജിമാർക്ക് ഒരുക്കിയ മെട്രോ സ്റ്റേഷനാണ് ഇപ്പോൾ. അങ്ങനെ ആദം അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി. ആദം അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും രണ്ട് ഭാഗത്തായിട്ട് അല്ലാഹു തആല ഇറക്കിയത്. ആദം അലൈഹിസ്സലാം സിലോണിലിറങ്ങി, ഹവ്വാ ബീവി ഏതോ ഭാഗത്ത്. അങ്ങനെ അവസാനം രണ്ടുപേരും ഭർത്താവിനെ കാണാതെ ഭാര്യയും, ഭാര്യയെ കാണാതെ ഭർത്താവ് ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ യാത്ര പോവുക. ആദം അലൈഹിസ്സലാം മക്കയിലെത്തി. മക്കയിൽ വെച്ച് അല്ലാഹുവിനോട് തൗബ ചെയ്ത് വർഷങ്ങളോളം പൊട്ടി കരഞ്ഞ് സുജൂദിൽ വീണുകൊണ്ട് ആദം അലൈഹിസ്സലാം ദുആ ചെയ്തു. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഫതലഖാ ആദം മിൻ റബ്ബിഹി ബികലിമാത്തിൻ ഫതാബ അലൈഹി. ആദം അലൈഹിസ്സലാമിന്റെ തൗബ അല്ലാഹു തആല സ്വീകരിച്ചു. അങ്ങനെ ആദം അലൈഹിസ്സലാം വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഈ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ്, ഈ പരിശുദ്ധ ഭൂമിയിൽ, അറഫ ഭൂമിയിൽ വെച്ചുകൊണ്ടാണ് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടുമുട്ടുന്നത്. അതാണ് അറഫ ഈ സ്ഥലത്തിന് പേര് വരാൻ കാരണം. അറഫ എന്ന് പറഞ്ഞാൽ പരിചയപ്പെട്ട, തിരിച്ചറിഞ്ഞ സ്ഥലമാണ്. ആദം അലൈഹിസ്സലാം പ്രിയപ്പെട്ട ഭാര്യ ഹവ്വാ ബീവിയെ തിരിച്ചറിഞ്ഞത്, കണ്ടുമുട്ടിയത് ഇവിടെ വെച്ചിട്ടാണ്. ഹവ്വാ ബീവി ആദം അലൈഹിസ്സലാമിനെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ടുമുട്ടിയത് ഇവിടെ വെച്ചിട്ടാണ്. അതാണ് അറഫ എന്ന് പേര് വരാൻ ഒരു കാരണം. പലതുണ്ട്, അതിലൊന്ന് അതാണ്. ആദം അലൈഹിസ്സലാം ഹവ്വാ ബീവിയെ കണ്ടുമുട്ടിയ സ്ഥലം, പരിചയപ്പെട്ട സ്ഥലമാണ്. അതും ഒരു അറഫ ദിവസമായിരുന്നു, ദുൽഹിജ്ജ 9. അതുകൊണ്ടാണ് ഈ ദിവസത്തിനും അറഫ ദിവസം എന്ന പേര് വന്നത്. ഈ ദിവസത്തോട് ബന്ധിപ്പിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ കർമ്മങ്ങളെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ അറഫയിൽ ഇപ്പോൾ നമ്മളിതാ എത്തിയിരിക്കുക. ഇതെല്ലാം കാണുന്ന ടോയ്ലറ്റ് നിങ്ങൾ വേണ്ട, ചെറിയ ചെറിയ ഒരു ബിൽഡിംഗ് ആണ് എല്ലാ ഭാഗത്തും. ടോയ്ലറ്റാണ്. ആ ടോയ്ലറ്റ് അന്ന് മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഇതിലിപ്പോ ഒരുക്കിയ സൗകര്യങ്ങളാണ്, ഒരുപാട് സൗകര്യം സൗദി ഗവൺമെന്റ് നമുക്ക് ഹാജിമാർക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗവൺമെന്റിന് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എത്ര പൈസയാണ് ഹാജിമാർക്ക് വേണ്ടി, ഉംറയ്ക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടി ഈ ഗവൺമെന്റ്, സർക്കാർ വിനിയോഗിക്കുന്നത്. എന്തെല്ലാം സൗകര്യങ്ങളാണ് ഒരുക്കി തരുന്നത്. ഇത് ഒറ്റൊരു ദിവസമാണ് ഇവിടെ ഹാജിമാർ ഒരുമിച്ച് കൂടിയ, പക്ഷേ അതിന് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കും. കണ്ട WC കണ്ട, ഇതെല്ലാം ബാത്റൂമാണ്. അപ്പുറം ഇപ്പുറം കാണുന്നത് മുഴുവൻ ബാത്റൂമാണ്. മസ്ജിദിന്റെ മീർ, ഇതാണ് മസ്ജിദിന്റെ മീർ. ഇതാ പള്ളിയൊക്കെയാണ്. ഇതാ വലതുഭാഗത്ത് ഇതെവിടെ നിർത്തിത്തരും. ഇതാ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാൻ പെട്ടെന്ന് വരിക. മസ്ജിദിന്റെ മീർ ഒറ്റൊരു ദിവസം സംസ്കാരം നടക്കുന്ന, ഇവിടെ ജമാഅത്ത് നടക്കുന്ന പള്ളിയാണ് മസ്ജിദിന്റെ മീർ. വർഷത്തിന് ഒരു ദിവസം പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് വേഗം വരിക. നിങ്ങളെ ഭാഗ്യം കൊണ്ട് നിർത്തിത്തന്നത്, വേഗം പെട്ടെന്ന്.